ഒരു പ്രധാന നദിയായ ചാലിയാർ കടലിൽ ചേരുന്ന ഭാഗമാണ് ബേപ്പൂർ. ഇന്ന് ഇവിടം ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ബേപ്പൂർ അങ്ങാടിയിൽ നിന്ന് ഇടതുവശത്തേക്ക് അല്പം സഞ്ചരിച്ചാൽ തുറമുഖമായി. വീണ്ടും മുമ്പോട്ട് സഞ്ചരിച്ച് വേണം ബീച്ചിലെത്തിച്ചേരാൻ. ഇത് ചാലിയവുമായി ബന്ധിക്കുന്ന ജങ്കാർ സർവീസാണ്. അക്കരയ്ക്ക് കാത്തുനിൽക്കുന്ന വാഹനങ്ങളുടെ തിരക്കാണ് കാണുന്നത്. വീണ്ടും മുമ്പോട്ട് നടന്നു. സാമാന്യം തിരക്കുള്ള ദിവസമായിരുന്നു. ഇടതുവശത്തായി ഉല്ലാസ നൗകയിലേക്ക് ആളെ വിളിച്ചു കയറ്റുന്നു. ബോട്ട് സർവീസുമുണ്ട്. ഒരു കാലത്ത് വൈക്കത്ത് നിന്ന് ഒരു എഴുത്തുകാരൻ ബേപ്പൂരിൽ വന്ന് താമസമാക്കിയിരുന്നു. ആ വൈക്കം മുഹമ്മദ് ബഷീറാണ് പിൽക്കാലത്ത് ബേപ്പൂർ സുൽത്താനായി സുപ്രസിദ്ധനായി തീർന്നത്. ബീച്ചിലേക്കുള്ള പ്രവേശന കവാടത്തിന് ഇരുവശത്തുമായി കൂറ്റൻ തൂണുകൾ. നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാവാത്തതിനാൽ റോഡിന് ഇരുവശത്തുമായാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. മീൻ പിടിക്കാനായി കടലിലേക്ക് പോകുന്ന ചെറിയ നൗകകൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമാണിത്. കടലിനെയും പുഴയെയും അപേക്ഷിച്ച് താരതമ്യേന ശാന്തമാണിവിടം. നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാകാത്തതിനാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. 90% പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ട്. ഇളകിയ ഫലകങ്ങളും ഇൻ്റർലോക്കുകളും പൂർണ്ണമായി മാറ്റിയിരിക്കുന്നു. ഇടയ്ക്കിടെ പുതിയ അലങ്കാര വിളക്കുകളും. മത്സ്യബന്ധനം നടത്തുന്ന കേന്ദ്രമെന്ന നിലക്കും ഒരു തുറമുഖമെന്ന നിലക്കും ബേപ്പൂർ വളരെ പ്രസിദ്ധമാണ്. ഒരു കാലത്ത് തേക്കിൻ തടി കൊണ്ട് വളരെ മനോഹരമായ ഉരുക്കൾ ഇവിടെ നിർമ്മിക്കപ്പെട്ടിരുന്നു. ഈ വലിയ യന്ത്രവൽകൃത ബോട്ടുകൾ അറബി നാടുകളിലേക്ക് ചരക്കുകൾ കയറ്റി അയക്കുന്നതിനും മറ്റുമാണ് കൂടുതലായും ഉപയോഗിച്ചിരുന്നത്. ഇന്നിപ്പോൾ ആ പ്രതാപം അസ്തമിച്ചിരിക്കുകയാണ്. കല്ലുപാകിയ വിശാലമായ ഈ സ്ഥലം സന്ദർശകരുടെ വാഹന പാർക്കിങ്ങിനായി അധികം താമസിയാതെ അനുവദിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സന്ധ്യാകാശത്തിൻ്റെ അരുണനിറം അലകടലിലേക്കും വ്യാപിച്ചിരിക്കുന്നതായി കാണാം. ഇത് വളരെ മനോഹരമായ ഒരു ദൃശ്യം തന്നെയാണ്. ബ്രേക്ക് വാട്ടർ പ്രോജക്റ്റിൻ്റെ ഭാഗമായി പുഴയ്ക്ക് ഇരുവശത്തുമായി കടലിലേക്ക് നീളത്തിൽ ഏകദേശം 1 കിലോമീറ്ററോളം ഭിത്തി നിർമ്മിച്ചിരിക്കുകയാണ്. ഇതിനെയാണ് പുലിമുട്ടെന്നറിയപ്പെടുന്നത്. വളരെ വലിയ കരിങ്കല്ലുകൾ കൂട്ടിയിട്ടാണ് കടലിലേക്ക് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പുലിമുട്ടിലേക്ക് വാഹനങ്ങൾക്ക് യാതൊരു കാരണവശാലും പ്രവേശനമില്ല. ഒരു വശത്ത് ചാലിയാറും മറുവശത്ത് കടലും.
പുലിമുട്ടിലൂടെ നടന്ന് അങ്ങേയറ്റം വരെ എത്തി അവിടെ അല്പം വിശ്രമിച്ച് തിരിച്ചു വരുന്നതിനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കടലിലെ ഓളപ്പരപ്പിലേക്ക് നോക്കിയിരുന്നാൽ സമയം പോകുന്നത് അറിയില്ല എന്നതൊരു വാസ്തവമാണ്. ധാരാളം സഞ്ചാരികളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. വിശേഷ ദിവസങ്ങളിൽ ഇവിടെ തിരക്ക് കൂടുതലായിരിക്കും.